നമസ്കാരം. പ്രൈം ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വെട്ടം പരിയാപുരത്ത് തുണിക്കടയിൽ മോഷണം. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ നാളെ ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. വയനാടിന് കൈത്താങ്ങാകാൻ കാരുണ്യയാത്രയ്ക്കൊരുങ്ങി തിരൂരിലെ സ്വകാര്യ ബസ്സുകൾ. ഒപ്പം പദ്ധതി ആക്സിസ് കഫേ പ്രവർത്തനം തുടങ്ങി. കുഴൽപ്പണവുമായി വേങ്ങര സ്വദേശി പിടിയിൽ. തിരൂർ നഗരസഭയുടെ അറവുശാല നിർമ്മാണം പാതി വഴിയിൽ. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ഉപകരണത്തിന്റെ വാറന്റി കാലാവധി കഴിഞ്ഞു. വിശദമായ വാർത്തകൾ. വെട്ടം പരിയാപുരത്ത് പച്ചാട്ടിരി റോഡിലുള്ള ജെൻസോ റെഡിമെയ്ഡ് ഷോപ്പിൽ മോഷണം. ഷട്ടറിന് പുറത്തെ ഗ്ലാസ് ഡോറിന്റെ പൂട്ട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 15,000 രൂപയുടെ തുണിത്തരങ്ങൾ മോഷണം പോയതായി കടയുടമ പറഞ്ഞു. പരിയാപുരത്തും പരിസരങ്ങളിലുമായി മോഷണം പെരുകുന്നു. കഴിഞ്ഞ ദിവസം പരിയാപുരം ഭഗവതിക്കോട്ടയിലെ ഭണ്ഡാരം തകർത്ത് പണം മോഷ്ടിച്ചതിന് പിന്നാലെയാണ് പച്ചാട്ടിരി റോഡിലുള്ള ജെൻസോ റെഡിമെയ്ഡ് ഷോപ്പിൽ മോഷണം നടന്നത്. ഷട്ടറിന് പുറത്തെ ഗ്ലാസ് ഡോറിന്റെ പൂട്ടുപൊട്ടിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഗ്ലാസ് ഡോർ തുറന്നു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട ഓട്ടോ ഡ്രൈവർമാരാണ് ഷോപ്പുടമ യൂസഫിനെ വിവരം അറിയിച്ചത്. തിരൂർ പോലീസ് സ്ഥലത്തെത്തി. പരിയാപുരം ജുമാ മസ്ജിദിലും വെട്ടത്തുകാവ് ഭഗവതി ക്ഷേത്രത്തിലും സമീപ ദിവസങ്ങളിൽ മോഷണം നടത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ വെട്ടം. 22/8/2024 വ്യാഴാഴ്ച ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പുകൾ അടച്ചിട്ട് പ്രതിഷേധിക്കും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന പ്രതിഷേധ ധർണയുടെ ഭാഗമായാണ് വർക്ക്ഷോപ്പ് അടച്ചിട്ട് പ്രതിഷേധിക്കുന്നത്. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് മേഖലയെ സംരക്ഷിക്കുക, ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് കേരളയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നത്. ഓട്ടോമൊബൈൽ റിപ്പയറിംഗ് അനുബന്ധ മേഖലയിൽ ജോലി ചെയ്യുന്നവരുടെ ഏക സംഘടനയായ അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ സെക്രട്ടേറിയറ്റ് ധർണ ഓഗസ്റ്റ് 22 വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റ് ഉപരോധിച്ചുകൊണ്ടുള്ള ധർണയാണ് നടക്കുന്നത്. സംസ്ഥാനത്ത് ഒട്ടുക്കും സംസ്ഥാന നേതൃത്വത്തിൻ്റെ കീഴിൽ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട് പ്രതിഷേധം നടത്തുകയാണ്. നാളെ എല്ലാ സ്ഥാപനങ്ങൾക്കും വർക്ക്ഷോപ്പും അതോടനുബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ വിവിധ ഈ മേഖലയുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് ധർണ നടക്കുകയാണ്. പ്രധാനമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ലൈസൻസിൻ്റെ ഇത് ഉന്നയിച്ചുകൊണ്ടും നമുക്ക് പൊല്യൂഷൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒരു പ്രയാസമുണ്ട്. അത് പരിഹരിക്കുന്നതിനും വേണ്ടിയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ധർണ നടത്തുന്നത്. ചെറുകിട ഇടത്തരം വർക്ക്ഷോപ്പുകളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും വലിയ വർക്ക്ഷോപ്പുകൾക്കും ചെറിയ വർക്ക്ഷോപ്പുകൾക്കും ഒരേ നിയമം എന്നുള്ള വ്യവസ്ഥ മാറ്റിക്കൊണ്ട് അതിനെ ഒരേ രീതിയിൽ നമുക്ക് ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സമര രീതിയിലേക്കാണ് നാളെ നീങ്ങുന്നത്. അതിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി സംസ്ഥാനത്ത് ഒട്ടുക്കും വിവിധ എല്ലാ വർക്ക്ഷോപ്പുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചിട്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സംസ്ഥാനത്ത് നാളെ തിരുവനന്തപുരത്ത്
സെക്രട്ടേറിയറ്റിന് മുന്നിൽ ധർണ നടക്കുകയാണ്. അതിന് എല്ലാവരും സൂചനാ പണിമുടക്ക് മാത്രമാണ് നാളെ നടത്തുന്നത്. അനുകൂലമായ നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുമെന്നും നാളെ നടക്കുന്ന സമരത്തിൽ എല്ലാവരും സഹകരിക്കണമെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർ സൈനു വെട്ടം, മേഖലാ ജോയിന്റ് സെക്രട്ടറി സൂരജ്, യൂണിറ്റ് സെക്രട്ടറി രഞ്ജിത്ത് എന്നിവർ പറഞ്ഞു. വെട്ട ന്യൂസ് തിരൂർ. വയനാടിന് കൈത്താങ്ങാകാൻ കാരുണ്യയാത്രയ്ക്കൊരുങ്ങി തിരൂരിലെ സ്വകാര്യ ബസ്സുകൾ. പ്രൈവറ്റ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ താലൂക്ക് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 50-ലേറെ ബസ്സുകൾ വ്യാഴാഴ്ച കാരുണ്യ സർവീസ് നടത്തും. ഈ ബസ്സുകളുടെ ഒരു ദിവസത്തെ വരുമാനം വയനാടിനായി മാറ്റിവെക്കാനാണ് തീരുമാനം. വ്യാഴാഴ്ച ബസ്സുകളിൽ യാത്രക്കാർക്ക് ടിക്കറ്റ് നൽകില്ല. പകരം ബക്കറ്റുകളുമായി കണ്ടക്ടർമാർ യാത്രക്കാരെ സമീപിക്കും. യാത്രക്കാർക്ക് ടിക്കറ്റ് തുകയോ അതിലധികം വരുന്ന തുകയോ ബക്കറ്റിൽ നിക്ഷേപിക്കാം. ഇങ്ങനെ ലഭിക്കുന്ന തുക വയനാടിനായി മാറ്റിവെക്കാനാണ് തീരുമാനം. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാർ അകമഴിഞ്ഞ് സഹായിക്കണമെന്ന് പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് താലൂക്ക് ഭാരവാഹികൾ അഭ്യർത്ഥിച്ചു. പ്രിയമുള്ളവരെ, നമ്മുടെ സമാനതകളില്ലാത്ത ദുരന്തമാണ് നമ്മുടെ വയനാട് ജില്ലയിൽ ഉണ്ടായതെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതിൻ്റെ ഭാഗമായി ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം ജില്ലാ കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം തിരൂർ താലൂക്കിൻ്റെ ആഭിമുഖ്യത്തിൽ നാളെ കാരുണ്യയാത്ര നടത്തുന്നതിൻ്റെ ഒരുക്കത്തിലാണ്. കേരളത്തിലെ എല്ലാ മേഖലയിലും പ്രസിദ്ധ തിരൂരിലും അതിൻ്റെ ഒരുക്കങ്ങളാണ്. അതിൻ്റെ വിതരണ ബക്കറ്റും ഫ്ലക്സും വിതരണ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നടത്തിയിട്ടുള്ളത്. നാളെ എല്ലാ ആളുകളും നമ്മുടെ ഒരു ദിവസത്തെ വേതനം ആ കാരുണ്യനിധിയിലേക്ക് 25 വീടുകൾ സംസ്ഥാന കമ്മിറ്റീൻ്റെ ആഭിമുഖ്യത്തിൽ നിർമ്മിച്ചു കൊടുക്കണമെന്നാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതിന് നല്ലവരായ മെമ്പർമാരുടെയും നല്ലവരായ ഞങ്ങളുടെ യാത്രക്കാരെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ ഇതുമായി സഹകരിക്കണം. അതുപോലെ തന്നെ ഞങ്ങളുടെ തൊഴിലാളികൾ എല്ലാവരുടെയും സഹകരണത്തോടു കൂടി വലിയ 25 വീടുകൾക്ക് അധികം നിർമ്മിച്ചു കൊടുക്കാനുള്ള ഒരു സഹായ സഹകരണങ്ങൾ നല്ലവരായ എല്ലാ ഉടമകളോടും അതുപോലെ തന്നെ ഞങ്ങളുടെ യാത്രക്കാരോടും വിദ്യാർത്ഥികളോടും നാളെ എല്ലാ വിദ്യാർത്ഥികളും ഒരു ചെറിയ സംഖ്യ നിങ്ങളെ പോക്കറ്റിട്ടുകൊണ്ടായിരിക്കണം യാത്രക്ക് പുറപ്പെടേണ്ടത്. നിങ്ങളുടെയും കാരുണ്യ പ്രവർത്തനത്തിൽ പങ്കാളിയായിക്കൊണ്ട് നമ്മുടെ സഹോദരങ്ങൾക്ക് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കുന്നതിന് നിങ്ങൾ എല്ലാവരുടെയും പങ്കാളിത്തം വേണം. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മുടെ ബസ് ഉടമകൾ 3,11,500,000 രൂപയോളം സംസ്ഥാന ഗവൺമെന്റിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് പിരിച്ചുകൊടുത്ത പാരമ്പര്യമുള്ള ഒരു സംഘടനയാണ് ബസ് ഓപ്പറേറ്റർ അസോസിയേഷൻ. അതുകൊണ്ട് തന്നെ ഈ 25 വീടുകളും നമുക്ക് നല്ല ഭംഗിയായി പൂർത്തീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നിങ്ങളെപ്പോലത്തുള്ള നമ്മുടെ മറ്റ് സഹോദരങ്ങളായ ഉടമകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റിയും താലൂക്ക് കമ്മിറ്റിയൊക്കെ ഈ തീരുമാനമായി മുന്നോട്ട് പോകുന്നത്. അതിന് എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. കാരുണ്യയാത്രയ്ക്ക് ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. തിരൂർ കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന 50-ലേറെ ബസ്സുകളാണ് കാരുണ്യയാത്രയിൽ പങ്കെടുക്കുക. യാത്രയ്ക്ക് ആവശ്യമായ ബക്കറ്റുകളും ബാനറുകളും ഉൾപ്പെടെ അസോസിയേഷനാണ് നൽകുന്നത്. അസോസിയേഷൻ താലൂക്ക് പ്രസിഡന്റ് മജീദ് മൈബ്രദർ നിർവഹിച്ചു. ബാബു ഇന്ത്യൻ ഏറ്റുവാങ്ങി. താലൂക്ക് സെക്രട്ടറി ഷറഫുദ്ദീൻ, ട്രഷറർ അരവിന്ദൻ വഴുതക്കാട്, കോയ മീക്കാത്ത്, ഷാനവാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹോൾഡ്. വയനാട്ടിൽ 25 വീടുകൾ നിർമ്മിക്കാൻ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന്റെ ഭാഗമായാണ് തിരൂരിൽ കാരുണ്യയാത്ര ഒരുക്കുന്നത്. രാവിലെ മുതൽ ആരംഭിക്കുന്ന കാരുണ്യയാത്ര എല്ലാ ബസ്സുകളുടെയും അവസാന ട്രിപ്പ് വരെ തുടരും. ഔപചാരിക ഉദ്ഘാടനം രാവിലെ 8:30 തിരൂർ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ നടക്കും. വെട്ട ന്യൂസ് തിരൂർ. ഭിന്നശേഷിക്കാർക്കായി മലപ്പുറം ജില്ലാ കളക്ടർ വി.ആർ. വിനോദിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ഒപ്പം ഇനീഷ്യേറ്റീവ് പദ്ധതിയുടെ ഭാഗമായുള്ള ആദ്യത്തെ ആക്സസ് കഫേ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം പ്രവർത്തനം തുടങ്ങി. ഭിന്നശേഷിക്കാരന് സ്ഥിരവരുമാനം നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ് ഭിന്നശേഷി സൗഹൃദ കഫേകൾ സ്ഥാപിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കാണ് കഫേയുടെ നടത്തിപ്പ് ചുമതല. ചാപ്പനങ്ങാടി PMSA AVHS സ്കൂളിലെ NSS യൂണിറ്റാണ് ആദ്യത്തെ കഫേ സ്പോൺസർ ചെയ്തത്. കാപ്പി, ചായ, ചെറുകടികൾ എന്നിവയാണ് കഫേയിൽ വിൽപ്പന നടത്തുക. നടുവിൽ വീൽചെയറിലിരുന്ന് ചായ കൊടുക്കാനും ചെറുകടികൾ നൽകാനും സൗകര്യമൊരുക്കുന്ന രീതിയിലാണ് നിർമ്മാണം. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണിവരെ കഫേ പ്രവർത്തിക്കും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിന് മുൻവശം സ്ഥാപിച്ച കഫേയുടെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ നിർവഹിച്ചു.
സ്നാക്സ് കൊണ്ടുവരാനൊക്കെ സാധ്യത. പ്രയത്നത്തിന്റെ ഫലമായിട്ടാണ് അവർ കഫേ ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി വ്യക്തികൾക്ക് വേണ്ടി ഇവിടെ സംഭാവിച്ചു. അത് കേവലം അവരുടെ മാതാപിതാക്കളിൽ നിന്ന് വാങ്ങിച്ച പൈസയല്ല, അവരെല്ലാവരും സ്വന്തമായി അധ്വാനിച്ച് കൃഷി ചെയ്ത് വിളവുണ്ടാക്കിയതിൽ നിന്ന് മിച്ചം വന്ന പൈസയാണെന്നുള്ളത് ഇതിന്റെ മഹത്വം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം. ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി വിവിധ സംഘടനകളും NGOസും എല്ലാം നമ്മുടെ ജില്ലയിലുണ്ട്. പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് തുടങ്ങിയ പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തുകൾ, ഗ്രാമപഞ്ചായത്തുകൾ എല്ലാം നിരവധി പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നു. പക്ഷെ ഓരോരുത്തരെയും സ്വന്തം കാലിൽ നിൽക്കാൻ പര്യാപ്തരാക്കുന്നതിനാണ് ഏറ്റവും അധികം പ്രാധാന്യമുള്ളത്. ഏതൊരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും ഗ്രാമപഞ്ചായത്ത് ആയിക്കോട്ടെ, ബ്ലോക്ക് പഞ്ചായത്ത് ആയിക്കോട്ടെ, മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ആയിക്കോട്ടെ, ഈ മേഖലയിൽ ഒരുപാട് പ്രൊജക്ടുകളൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്നുണ്ട്. ഇപ്പോ ഞങ്ങൾ ഒരുപക്ഷെ 22-ാം തീയതി വിചാരിച്ചതെങ്കിൽ 22 എന്ന് പറയുന്നത് മറ്റന്നാൾ 223 പേർക്ക് 80% ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ 60 മുകളിലേക്ക് ഭിന്നശേഷിയുള്ള ആളുകൾ ഒരുപക്ഷെ വീടിനകത്തു കൂടെ തന്നെ ചലിക്കാൻ പറ്റാത്ത ഇത്തരത്തിലുള്ള ഇലക്ട്രോണിക്. ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ് അധ്യക്ഷത വഹിച്ചു. ഭിന്നശേഷിക്കാർക്കും പ്രത്യേക പരിശീലനവും പിന്തുണയും നൽകി അവരുടെ ജീവിത സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഒപ്പം പദ്ധതി നടപ്പിലാക്കുന്നത്. ജില്ലാ പഞ്ചായത്തുമായി ചേർന്ന് ഒപ്പം പദ്ധതിയിൽ മലപ്പുറം ജില്ലയിലെ ടൂറിസം കേന്ദ്രങ്ങളിൽ ഇത്തരം ആക്സസ് കഫേകൾ ഭിന്നശേഷിക്കാർക്ക് നൽകാൻ ശ്രമിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വെട്ടൻ ന്യൂസ് മലപ്പുറം. താനൂരിൽ കുഴൽപ്പണവുമായി വേങ്ങര ചുള്ളിപ്പറമ്പ് കീരി ഹൌസിൽ അബ്ദുൾ റഷീദിനെ പോലീസ് പിടികൂടി. പട്ടരുപറമ്പിൽ വാഹന പരിശോധനയിലാണ് 3,83,000 രൂപ ഇയാളിൽ നിന്ന് കണ്ടെടുത്തത്. വേങ്ങര ചുള്ളിപ്പറമ്പ് കീരി ഹൌസിൽ അബ്ദുൾ റഷീദിനെയാണ് കുഴൽപ്പണവുമായി പോലീസ് പിടികൂടിയത്. DYSP VV ബെന്നിയുടെ നേതൃത്വത്തിൽ VI ടോണി ജെ മറ്റം, SI R സുജിത്ത്, SPO പ്രദീപ് കുമാർ, CPOമാരായ സുജിത്ത്, രാകേഷ്, രമ്യ എന്നിവരടങ്ങിയ സംഘമാണ് പിടികൂടിയത്. പരപ്പനങ്ങാടി കോടതി റിമാൻഡ് ചെയ്തു. വെട്ട ന്യൂസ് പരപ്പനങ്ങാടി. തിരൂർ പരന്നേക്കാട്ടെ നഗരസഭാ അറവുശാല നിർമ്മാണം പാതിവഴിയിൽ തന്നെ. കോടികൾ ചെലവഴിച്ച് സ്ഥാപിച്ച ആധുനിക ഉപകരണത്തിന്റെ വാറന്റി കാലാവധി കഴിഞ്ഞിട്ടും പ്രവർത്തനം ആരംഭിച്ചില്ലെന്ന് നഗരസഭ ഓഡിറ്റ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. 2010-ൽ 53,85,000 രൂപ അടങ്കലിലായാണ് തിരൂർ നഗരസഭയിൽ ആധുനിക രീതിയിൽ അറവുശാല സ്ഥാപിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചത്. ശുചിത്വ മിഷൻ അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ച് 2013-ൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന പദ്ധതി 14 വർഷം കൊണ്ട് ചെലവ് 2.5 കോടി രൂപയായി ഉയർന്നു. എന്നിട്ടും വൈദ്യുതീകരണമടക്കം നിരവധി പ്രവൃത്തികളാണ് ബാക്കിയായത്. ഇതിനായി ഇനിയും 3.25 കോടി രൂപ ചെലവഴിക്കേണ്ടിവരും. ഇതോടെ അറവുശാലയ്ക്ക് 3.25 കോടി രൂപ ചെലവ് വരുമെന്ന് നഗരസഭ 2022-23 വർഷത്തെ ഓഡിറ്റ് റിപ്പോർട്ടിൽ പറയുന്നു. 2022 മാർച്ച് മുതൽ 2023 ഫെബ്രുവരി വരെയാണ് കോടികൾ വില വരുന്ന ആധുനിക ഉപകരണങ്ങൾ സ്ഥാപിച്ചത്. 1 വർഷം ഗ്യാരണ്ടിയും വാറണ്ടിയും ലഭിക്കേണ്ടിയിരുന്ന ഈ ഉപകരണങ്ങൾക്ക് ഇനി 2 ലഭിക്കില്ലെന്നും അതുവഴി നഗരസഭയ്ക്ക് ലക്ഷങ്ങൾ നഷ്ടമാകുമെന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നു. വെട്ട ന്യൂസ് തിരൂർ. പ്രൈം ടുഡേ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.